ഞങ്ങൾ പൂവാർ ഗോൾഡൻ ബീച്ച് വരെ വന്നതാണ്. അതിൻ്റെ ഇത്ര നാളും പൂവാർ പോയിട്ടില്ലേ എന്നായിരിക്കും ചോദ്യം. സത്യമാണ്, പൂവാർ പോയിട്ടുണ്ട്. പൂവാർ ഗോൾഡൻ ബീച്ചിൽ ആദ്യമായിട്ടാണ്. ഇന്ന് ഞങ്ങളുടെ ഒരു സുഹൃത്തിന് ഒരു ഫോട്ടോഷൂട്ടുണ്ട്. അപ്പം ഫോട്ടോ ഒക്കെ എടുക്കാൻ നല്ലൊരു സ്പോട്ടാണെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ ആ ബീച്ചിലോട്ട് പോകുന്നത്. ബോട്ടിംഗ് പോകാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ് ഈ പൂവാർ. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ വിടാതെ പിന്തുടർന്ന് അവർ ചോദിച്ചുകൊണ്ടേയിരിക്കും ബോട്ടിങ്ങിന് വന്നതാണോ, ബുക്ക് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ. അപ്പോൾ ഇതിനു വേണ്ടി കുറച്ച് പേർ അവിടെയുണ്ട്. ബീച്ച് സൈഡിലൂടെയുള്ള റോഡിലൂടെ വരുമ്പോൾ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ ഇവിടെ വന്നാൽ ഈ കുതിരകളൊക്കെ ഇങ്ങനെ സ്വതന്ത്രരായി നടക്കുന്നത് കാണാം. ആരും കൺട്രോൾ ചെയ്യാനൊന്നും ഇല്ല. ഞങ്ങൾ ഉന്നം വെച്ചാണോ ഇനി വരുന്നതൊന്നും അറിയില്ല. ഇത് ഇവിടുത്തെ റൈഡിന് വേണ്ടി നിർത്തിയിരിക്കുന്നതാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ബീച്ച് സൈഡിലുള്ള റോഡിലോട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എന്താ ഇത്? പൊഴിയുടെ ഒരു ഭാഗമാണ് കേട്ടാ. ഇവിടെ എല്ലാവരും കുളിക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് പേര് ഇങ്ങനെ കുളിക്കുന്നുണ്ട്. സംഭവം സൂപ്പർ സ്ഥലമാണ്. പോകാം, മുന്നോട്ട് പോകാം. ഇനി മുന്നോട്ട് പോകാമേ. അങ്ങനെ ഞങ്ങൾ ബീച്ചിലെത്തിയിട്ടുണ്ട്. വണ്ടിയൊക്കെ പാർക്ക് ചെയ്യുന്നത് ഇവിടെയാണ്. അപ്പോൾ ഇവിടെ ഒരു പഴയ ബിൽഡിംഗ് ഉണ്ട്. നല്ല വർഷങ്ങൾ പഴക്കമുള്ള ഒരു ബിൽഡിങ്ങാണ്. അത് അപകടാവസ്ഥയിലാണെന്ന് അവിടെ എഴുതിയും വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വാഹനം ഇവിടെ പാർക്ക് ചെയ്തിട്ട് ഇനി കുറച്ചു ദൂരം നടന്നു വേണം ബീച്ചിലോട്ട് എത്താൻ. സത്യത്തിൽ ഗോൾഡൻ ബീച്ച് എന്ന് പറഞ്ഞപ്പോൾ ഇത്രയേറെ ഭംഗിയുണ്ടാകുമെന്ന് കരുതിയിരുന്നില്ല. കോവളം വിഴിഞ്ഞുമൊക്കെ കണ്ടിട്ടുണ്ട്. ഇത്രയേറെ കരഭാഗമുള്ള ഒരു ബീച്ച്, നല്ല ക്ലീനായി കിടക്കുന്ന ഒരു ബീച്ചാണ്. ഇത് കണ്ടാലേ നമ്മൾ രാജസ്ഥാനിൽ എവിടെ നിൽക്കുന്നെന്ന് തോന്നും. അതേ പ്രതീതിയാണ്. ഒരുപാട് ഒട്ടകങ്ങളുണ്ട്. ഇവിടെ വരുന്നവർക്ക് കുതിരസവാരിയും ഒട്ടക സവാരിയും ഒക്കെ നടത്താം. യാതൊരു ഭയവും ഇല്ലാതെയാണ് എൻ്റെ മോൻ ഇതിൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നത്. പിന്നെ ഇതിനെ കൺട്രോൾ ചെയ്യുന്ന ആളടുത്തുള്ളത് കൊണ്ട് ധൈര്യമായിട്ട് ഞങ്ങൾ അവിടെ നിന്നു. എന്നാൽ ഇതൊന്ന് എണീറ്റ് കാണാൻ വേണ്ടി കുറച്ച് സമയം ഞങ്ങൾ അങ്ങനെ വെയിറ്റ് ചെയ്തു. ഇതിൻ്റെ ഹൈറ്റ് ഒന്ന് അറിയണമല്ലോ. അതിനെ ചെന്നൊന്ന് തൊടാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ഭയവും ഉണ്ട്. എന്നാലും ഇതൊന്ന് എണീറ്റ് കാണാനാണ് അവനും ആഗ്രഹിക്കുന്നത്. ഇങ്ങനെ ഒട്ടകത്തിനെയൊക്കെ തൊടാൻ കേട്ടോ. ഒന്ന് വിരട്ടി, ഞങ്ങളൊന്ന് വിരട്ടി കേട്ടോ. പക്ഷേ അയ്യോ, അങ്ങനെ ഞങ്ങൾ എഴുന്നേറ്റ് നിൽക്കുന്നതും കാത്ത് അവിടെ നിന്നപ്പോൾ അവൻ്റെ ആശം വന്നപ്പോൾ അങ്ങ് എണീറ്റപ്പോഴാണ് ഇത്രയും വലിയ ഒട്ടകമായിരുന്നോ എന്ന് ചിന്തിച്ചത്. അപ്പോൾ കണ്ടല്ലോ അല്ലേ, ആളത്ര നിസ്സാരക്കാരനല്ല. ഈ ബീച്ചിൽ വന്നു കഴിഞ്ഞാൽ കടലിൽ ആരെയും ഇറങ്ങാൻ അനുവദിക്കുന്നതല്ല. പകരം നമുക്കിതാ ഈ കായലിൽ ഇറങ്ങാം. ഇവിടെ അധികം ആഴമില്ലാത്ത സ്ഥലമാണ്. ഉള്ളിലോട്ട് പോകാതിരുന്നാൽ മതി. പിന്നെ ഒരു സൈഡിൽ ഇതാ ഇതുപോലെ ഒരുപാട് ബോട്ട് സർവീസ് ഇങ്ങനെയുണ്ട്. വൈകുന്നേരം ഒരു 4 മണി കഴിഞ്ഞ് വരുന്നതായിരിക്കും നല്ലത്. അപ്പോൾ വെയിലൊക്കെ ഒന്ന് തണുത്ത് നല്ല തണുത്ത അന്തരീക്ഷത്തിൽ ബീച്ചിൽ ഒരുപാട് സമയം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഇതാ അപ്പോൾ ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. ബോട്ടിങ്ങേ ഉള്ളൂ പൂവാർ ബീച്ചിൽ. ഇവിടെ വന്ന് ഞാൻ ഇങ്ങനെ ഒരു ബോട്ടിൽ കയറി ഇരിക്കുകയാണ്. ബോട്ടിംഗ് ഒന്നും പോകുന്നില്ല. അടുത്തൊരു തവണ വന്ന് ഫാമിലി ആയിട്ട് വന്ന് ബോട്ടിങ്ങിന് പോകണമെന്നുണ്ട്. അപ്പം ഇതാ ഇവിടെ വന്ന ഒരു ആലപ്പുഴയിൽ ബോട്ടിങ് പോകുന്ന ഒരു ഫീലൊക്കെ കിട്ടും കേട്ടോ. ഇതിന് നമ്മളെ ഈ കണ്ടൽക്കാട് വഴിയൊക്കെ അവർ കൊണ്ടുപോകും. പൂവാർ ഐലൻഡ് മൊത്തം ചുറ്റി കാണിക്കും. 1 മണിക്കൂറുണ്ട്, 1.5 മണിക്കൂറുണ്ട്, 2 മണിക്കൂർ 2 മണിക്കൂർ വരെ മാക്സിമം അവർ കൊണ്ട് കാണിക്കും. അപ്പം ഒരു ബോട്ട് മൊത്തത്തിലായിട്ട് നമുക്ക് എടുത്ത് പോകാം. ഫാമിലി ആയിട്ട് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ടാണ് കേട്ടോ നമ്മുടെ ഈ പൂവാർ ഐലൻഡ് എന്ന് പറയുന്നത്. ഒരു 2-3 കിലോമീറ്റർ കണ്ടൽക്കാടിനുള്ളിലൂടെയാണ് ഈ ബോട്ട് സർവീസ്. അപ്പോൾ എന്തായാലും ഇവിടെ വന്നാൽ പോകാൻ തോന്നില്ല എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. ഞങ്ങൾക്ക് പോകാൻ തോന്നില്ല. 4 മണിക്ക് വന്നതാണ്. അപ്പോൾ ഇനി എന്തായാലും നല്ല ഇരുട്ടിയതിന് ശേഷം ഞങ്ങൾ ഇവിടുന്ന് പോകത്തുള്ളൂ കേട്ടോ. അത്രയ്ക്ക് നല്ലൊരു സ്പോട്ടാണ്. നല്ല തണുപ്പാണ്. പിന്നെ സ്നാക്സൊക്കെ വാങ്ങി കഴിക്കാനുള്ള ഫെസിലിറ്റീസൊക്കെ ഉണ്ട്. എല്ലാ കടകളുണ്ട്. അപ്പോൾ ഗോൾഡൻ ബീച്ചിൻ്റെ ഭംഗി അറിയണമെങ്കിൽ വൈകുന്നേരം ഒരു 6 മണിയാകണം. ഇതാ ഈ സീനറി കണ്ടോ, ബീച്ച് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. കണ്ടോ, ഒരു ഗോൾഡിൻ്റെ നിറം തന്നെ ഇല്ലേ. അതുകൊണ്ടായിരിക്കാം ഗോൾഡൻ ബീച്ച് എന്ന പേര് വന്നത്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും വളരെ ഹാപ്പിയാണ് കേട്ടോ. എല്ലാവരും വളരെ ഹാപ്പി ആയിട്ട് നിൽക്കുകയാണ്. കാരണം അത്രയും നമ്മൾ ഇത്രയും ഒരു വൈബ് പ്രതീക്ഷിച്ചില്ല അല്ലേ അജി? ഇത്രയും നല്ലൊരു വൈബ് നമ്മൾ പ്രതീക്ഷിച്ചില്ല.
എന്തായാലും അടിപൊളി സ്ഥലമാണ്. അപ്പോൾ ഒരു പ്രാവശ്യം നമ്മൾ ബോട്ടിങ്ങിനായിട്ട് വരും, അതിൻ്റെ വീഡിയോ നമ്മൾ കേട്ടോ. നമ്മളെല്ലാം ഒന്നും കരുതി കൂട്ടിയൊന്നുമല്ല വന്നത്, പെട്ടെന്നൊരു വരവായിരുന്നു. ഒരു സ്പോട്ട് തപ്പി ഇറങ്ങിയതാണ് ഒന്ന് ഫോട്ടോഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും അപ്പുറമായിരുന്നു. അടിപൊളി ഒരു വൈബായിരുന്നു കേട്ടോ. നമ്മൾ പൂവാർ വന്നപ്പോൾ കണ്ടതാണ് ഒരു വണ്ടി അകത്ത് പൊതഞ്ഞുപോയി മണലിനകത്ത് ഇറക്കിയതാണ്. അത് വലിച്ചു കയറ്റാനുള്ളൊരു ശ്രമമാണ്. റോപ്പ് ടൈറ്റ് ചെയ്ത് ട്രാക്ടർ ആയതുകൊണ്ടാണ് അതിൻ്റെ ക്രെയിൻ സെറ്റപ്പിൽ വണ്ടി എൻഡവറാണ്. ഫോർഡ് എൻഡവർ അടിപൊളി. ഇല്ല